ഭീമേട്ടാ. എന്താടാ? ഭീമേട്ടൻ ഇപ്പോ തീറ്റ മത്സരത്തിനൊന്നും പോവാറില്ലേ? ഇപ്പൊ ആരും അത് നടത്തുന്നില്ലെന്നേ. നമ്മുടെ നാടൻ കലകളൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയല്ലേ. അതുപോട്ടെ, നിന്റെ പേരെന്താ? സുരേഷ്. സുരേഷ്? ഞാൻ ഭീമേട്ടന്റെ ഫാനാ. ആണോ? എങ്ങനെയാ ഇത്രയും തിന്നാൻ പറ്റുന്നേ? അതൊക്കെ ഒരു കഴിവാ. എന്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഭീമേട്ടന്റെ തീറ്റ മത്സരം കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. നിന്റെ കയ്യിലെന്താ? പഴം. ആഹാ, വാ, നീ ഇവിടെ വാ. നീ ഇവിടെ ഇരിക്കെ. നിന്റെ സംശയങ്ങളൊക്കെ തീർത്തിട്ട് പോയാൽ മതി കേട്ടോ. ആ, ഭീമേട്ടൻ പഴം കഴിക്കോ? പിന്നെ പഴം ഞങ്ങളുടെ തീറ്റ മത്സരക്കാരുടെ സ്പെഷ്യൽ അല്ലേ. ഇത്രയും കഴിക്കോ? ഇത് നിസ്സാരം. ഇത് മുഴുവൻ? ഇതിന്റെ ഇരട്ടി കഴിക്കും. കാണണോ? ആ. ഇത്ര പയ്യാണോ തിന്നുന്നത്? പയ്യെ തിന്നാ പനയും തിന്നാം. തീറ്റ ഒരു കലയാ. അത് അതിൻ്റെ സൗന്ദര്യത്തോടുകൂടി തിന്നാൽ നമുക്ക് എത്ര വേണമെങ്കിലും തിന്നാം. മനസ്സിലായോ? ആ, മനസ്സിലായി. എന്നും ഇതുപോലെ ഭീമേട്ടൻ്റെ അടുത്ത് വന്നാ നിന്നെ ഞാൻ വലിയൊരു തീറ്റ മത്സരക്കാരനാക്കി തരാം. ഈ പഴം നിന്റെ ദക്ഷിണയായിട്ട് ഞാൻ സ്വീകരിച്ചു. ആ, എന്റെ അമ്മ. അയ്യേ, അതെന്തിനാ? വിശപ്പ് തീർന്നില്ലെന്നേ. എന്തൊരു തീറ്റ. കടയിൽ പോയിട്ട് നീ ഇവിടെ വന്നിരിക്കുകയാണോ? ആരാടാ? അച്ഛനാ. അച്ഛനെന്റെ ഫാനാണോ? നിന്നെ ഞാൻ വാങ്ങാൻ പോയ സാധനം എന്തിടാ? അത് ചേട്ടൻ എടുത്ത് തിന്നു. നുണ പറയരുത്. ചേട്ടാ, ഇവന് തീറ്റ മത്സരം പഠിക്കണമെന്ന് പറഞ്ഞ് ദക്ഷിണ വെച്ചതാ. നുണയച്ചാ, എന്റെ തട്ടിപ്പറിച്ചതാ. നാണം ഉണ്ടോടോ തനിക്ക്? പിള്ളേരെ തട്ടിച്ച് തിന്നാൻ നടക്കുന്നു. ചേട്ടാ, ഞാൻ തട്ടിപ്പറിച്ചൊന്നും അല്ല. തിന്നു പഴത്തിന്റെ കാശ് കിടക്ക്. ചേട്ടാ, ദക്ഷിണ തിരിച്ചു ചോദിച്ചൂടാ, ഗുരുശാപം കിട്ടും. കാശ് കിടക്കടാ. ചേട്ടാ ചേട്ടാ, അമ്മ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ തന്ന കാശ്. ഉണ്ടരുത്. പിള്ളേരെ തട്ടിക്കൊണ്ടു പോകുന്നവരെ കണ്ടിട്ടുണ്ട്. പിള്ളേരെ പറ്റിച്ചു തിന്നുന്നവനെ ആദ്യം കാണുക. നാണം കെട്ടവൻ. സോറി ചേട്ടാ. ദൈവമേ, അമ്മ ബില്ലടച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? 2 കിലോ പഴത്തിന് 500 രൂപ കൊണ്ടുപോയത്. നാശം പിടിച്ച ചക്കൻ. ഒന്നിങ്ങോട്ട് അനങ്ങി നടക്കടി പെണ്ണേ. അവിടെ ചെല്ലുമ്പോ തിരക്കായിരിക്കും. നീ എന്തെന്നാടി ആലോചിക്കുന്നത്? ഒന്നുമില്ല. ശാവം, നിനക്കെന്താ എന്തെങ്കിലും ഒന്ന് ആലോചിച്ചാ? എടി, ആ അർജുനന്റെ മനസ്സിളക്കാൻ എന്തെങ്കിലും ഉണ്ടോന്നൊന്ന് ആലോചിക്കേ. ദേ, ആ കാശ് കൊടുക്കാനുള്ളവൻ നിൽക്കുന്നു. നീ കണ്ട ഭാവം നടിക്കണ്ട. അവൻ തടഞ്ഞു നിർത്തോ ബഹളം വെക്കുകയോ ചെയ്താലേ ഉറക്കം നിലവിളിച്ച് ആളെ കൂട്ടണം. നമ്മളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറയണം. നടക്ക നടക്ക.